കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല ഈ സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തിയുള്ള ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ നാം ആയിരിക്കുകയാണല്ലോ. കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സർവ്വദയാലുവായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളുടെ അടുക്കൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കേണ്ടതിനുള്ളൊരവസരം ഒരുക്കി തന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുവൈറ്റിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് എന്നെ ക്ഷണിച്ചു. ഇമ്മാനുവേൽ ഗ്ലോറിയസ് മിനിസ്ട്രി എന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനും ആ സഭയിലുള്ള എല്ലാ ദൈവമക്കൾക്കും, ഇമ്മാനുവേൽ ഗ്ലോറിയസ് മിനിസ്ട്രി എന്ന ചർച്ചിലുള്ള എല്ലാ വിശ്വാസികൾക്കും അതിലുള്ള വേണ്ട ചുമതലകൾ വഹിക്കുന്ന ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ പറയുന്നു. അതോടൊപ്പം സോ ഗ്രേറ്റ് സാൽവേഷൻ പ്രയർ ഫെലോഷിപ്പ് എന്ന ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ വന്ദനം പറയുന്നു. കർത്താവിൻ്റെ കൃപ ഇന്ന് രാത്രിയിൽ എല്ലാവരുടെ മേലും പകരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ലോകം അതിൻ്റെ അന്തിമ നാളുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കേണ്ടതിനുള്ള സഭയെ പ്രബോധിപ്പിക്കുക, ഉണർത്തുക എന്നതാണ് ഈ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും മഹനീയമായൊരു ശുശ്രൂഷ. കാരണം ഇതൊരു അന്ത്യകാലമാണ്. കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഈ കാലം ഒരു ദുഷ്കാലമാണ്. ദിസ് ഡേയ്സ് ആർ ഈവിൾ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരുന്നുകൊണ്ട് ഈ പ്രതികൂലമായ സാഹചര്യത്തെ അനുകൂലമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കണ്ണുകളടച്ച ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവാം ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവാം ദൈവമായിരിക്കുകയാൽ ഒരു നിമിഷം ദൈവം മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടുന്നേ ദൈവമേ. സ്തുതി സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടുന്നേ യേശുവേ. സ്തുതി സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടുന്നേ ആത്മാവേ. ആരാധന അർപ്പിച്ചിടുന്നേ, ആരാധന അർപ്പിച്ചിടുന്നേ. സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്നതാം ദൈവമേ. സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്നതാം യേശുവേ.
സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വന്നതാം ആത്മാവേ ആരാധന അർപ്പിച്ചിടും ആരാധന അർപ്പിച്ചിടും ആരാധനയുടെ മധ്യേ ഇറങ്ങി വരുന്നതാം ദൈവമേ ആരാധനയുടെ മധ്യേ ഇറങ്ങി വരുന്നതാം യേശുവേ ആരാധനയുടെ മധ്യേ ഇറങ്ങി വരുന്നതാം ആത്മാവേ ആരാധന അർപ്പിച്ചിടും ആരാധന അർപ്പിച്ചിടും എന്നെ യാഗവസ്തുവാ അർപ്പിച്ചിടും ദൈവമേ എന്നെ യാഗവസ്തുവായി അർപ്പിച്ചിടും യേശുവേ എന്നെ യാഗവസ്തുവായി അർപ്പിച്ചിടും ആത്മാവേ യാഗമായി അർപ്പിച്ചിടും എന്നെ യാഗമായി അർപ്പിച്ചിടും സ്തുതി സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടും ദൈവമേ സ്തുതി സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടും യേശുവേ സ്തുതി സ്തോത്രങ്ങളെല്ലാം അർപ്പിച്ചിടും ആത്മാവേ ആരാധന അർപ്പിച്ചിടും ആരാധന അർപ്പിച്ചിടും നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. ഈ വൈകുന്നേര സമയത്തോടെ നടക്കുന്ന ആരാധനയിലൂടെ ശുശ്രൂഷകളിലൂടെ ദൈവനാമം മഹത്വപ്പെടേണം. അനേകരുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകണം. അനേകരെ പുതുമറകണമേ. രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവ ശബ്ദം കേൾപ്പിക്കണമേ. തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രാർത്ഥന കേട്ടുത്തരമരുളുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവത്തിന്റെ തിരുവചനവുമായി അടുത്തു വരുവാൻ തക്കവണ്ണ സർവശക്തിയുള്ള ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന എല്ലാ ദൈവത്തിന്റെ കൃപകളെ ഓർത്തുകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാരോടുള്ള സ്നേഹവും കടപ്പാടും നന്ദിയും ഒരിക്കൽ കൂടെ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന സർവശക്തനായ ദൈവത്തിന് എല്ലാ പുകഴ്ചയും സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കുവാനായി താല്പര്യപ്പെടുന്നു. നമുക്കേവർക്കും വളരെ സുപരിചിതമായ ഒരു ദൈവവചനത്തിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, ദ ഫസ്റ്റ് കൊരിന്ത്യൻസ്, അതിന്റെ 3-ാമത്തെ അധ്യായം, ചാപ്റ്റർ 3, അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുവാനായി താല്പര്യപ്പെടുന്നു. 13-ാമത്തെ വാക്യം, വേഴ്സ് 13. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും.
ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, കൊരിന്ത്യയിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാ നിറവിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന, പ്രഖ്യാപിക്കുന്ന, മുന്നറിയിക്കുന്ന ഏറ്റവും അതിപ്രധാനമായ ഒരു വചനാംശമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേൾക്കുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതേണ്ടതിന്റെ സാഹചര്യം നാം ഏവരും അറിയുന്നു. ദൈവത്തിന്റെ അഭിഷിക്തനായ പൗലോസ് ദൈവസഭയ്ക്ക് ലേഖനം എഴുതി അറിയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒന്നാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, വളർന്നുകൊണ്ടിരുന്ന ഒരു സഭയായിരുന്നു കൊരിന്ത്യയിലുള്ള സഭ. കൊരിന്ത്യയിലുള്ള സഭ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. എല്ലാവിധ കൃപകൾ, ക്രമാപനങ്ങളാൽ നിറയപ്പെട്ടിരുന്ന ഒരു സഭയായിരുന്നു കൊരിന്ത്യയിലുള്ള സഭ. ദൈവത്തിന്റെ അഭിഷേകം ധാരാളമായി ദൈവം അവിടെ പകർന്നുകൊണ്ടിരുന്നു. മാത്രമല്ല, ആ ദൈവസഭയുടെ എല്ലാവിധ വളർച്ചകളും അതിന്റെ സാധ്യതകളും ഒരുക്കപ്പെട്ട, എല്ലാവിധത്തിലും ക്രമാനുക്രമമായി ക്രമീകരിക്കപ്പെട്ടിരുന്ന ഒരു സഭയായിരുന്നു കൊരിന്ത്യയിലുള്ള സഭ. എന്നാൽ ഒരു ദുഃഖകരമായ ഒരു സംഭവം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവകൃപകളും ആ ദൈവസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നുവെങ്കിലും അതേ സമയത്ത് സ്വർഗത്തിന് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാവിധ പ്രവൃത്തികളും ആ ദൈവസഭയ്ക്കകത്തുണ്ടായിരുന്നു. അതിനകത്തുള്ള ജനം, അതിനകത്ത് ആരാധനയ്ക്കായി വന്നുകൊണ്ടിരുന്നവർ അന്ന് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കൃപയിലേക്ക് വന്ന് ദൈവസഭയിൽ ചേർന്നുകൊണ്ടിരുന്ന പലരുടെയും ജീവിതത്തിൽ സ്വഭാവ ദൂഷ്യങ്ങൾ പലതും ഉണ്ടായിരുന്നതിനെ കുറിച്ച് ആ വചനത്തിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുവാനായി കഴിയുന്നു. സ്തോത്രം. മാത്രമല്ല, ഏറ്റവും വലിയൊരു പ്രശ്നം ദൈവസഭയ്ക്കകത്തുണ്ടായിരുന്നു, കൊരിന്ത്യയിലുള്ള സഭയ്ക്കകത്തുണ്ടായിരുന്നു. ആ പ്രശ്നം എന്തെന്നറിയാമോ? ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ട് വളർന്നുകൊണ്ടിരുന്ന ഉന്നതമായ നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയായിരുന്നുവെങ്കിലും ആ സഭയ്ക്കകത്ത് ഒരു ഗ്രൂപ്പിസം എന്ന ഒരു വല്ലാത്തൊരു ദുഷ്ടത അതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരുന്നു. ആ വാക്കെടുത്ത് ഞാൻ പറയട്ടെ, ഗ്രൂപ്പിസം എന്ന ഒരു പ്രവൃത്തി, ഒരു ദുഷ്ടത അതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. ആ കൊരിന്ത്യയിലുള്ള സഭയ്ക്കകത്ത് 4 ഗ്രൂപ്പുകളായി സഭ പിളർന്നു നിൽക്കുകയാണ്, സഭ വിഘടിച്ചു നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. കൃപകളുണ്ട്, കൃപാവരങ്ങളുണ്ട്, കയ്യടിയുണ്ട്, പാട്ടുണ്ട്, അന്യഭാഷയുണ്ട്, ആരാധനയുണ്ട്, പ്രവചനമുണ്ട്, രോഗശാന്തി വരങ്ങളുണ്ട്. അങ്ങനെ എല്ലാ കൃപകൾ, കൃപാവരങ്ങളാൽ ജ്വലിക്കപ്പെട്ടുകൊണ്ടിരുന്ന, ഓരോ കൃപകൾക്കും കുറവില്ലാതെ, ഓരോ കൃപാവരത്തിനും കുറവില്ലാതെ എല്ലാ കൃപകൾ, കൃപാവരങ്ങളാൽ ജ്വലിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സഭയായിരുന്നു കൊരിന്ത്യയിലുള്ള സഭ. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയാമോ? അതിനകത്ത് തന്നെ വലിയ ഭിന്നതയുടെ അനുഭവങ്ങളുണ്ടായി, ഭിന്നാഭിപ്രായങ്ങളുണ്ടായി, ഭിന്നമായ അനുഭവങ്ങൾ, ചിതറിപ്പോകുന്ന അനുഭവങ്ങൾ പകർന്നുകൊണ്ടിരിക്കുകയാണ്. 4 ഗ്രൂപ്പായി സഭ വിഘടിച്ചു നിൽക്കുകയാണ്. ഒരു ഗ്രൂപ്പ് പറയുന്നു ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാർ, മറ്റൊരു ഗ്രൂപ്പ് പറയുന്നു ഞങ്ങൾ അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ, ഇനി ഒരു കൂട്ടർ പറയുന്നു കേഫ അല്ലെങ്കിൽ പത്രോസിന്റെ പക്ഷക്കാരാണ്, ഇനി ഒരു കൂട്ടർ പറയുന്നു ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരല്ല, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരല്ല, ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാരല്ല, പിന്നെയോ ഞങ്ങൾ ക്രിസ്തു യേശുവിന്റെ പക്ഷക്കാരാണ്, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞുകൊണ്ട് 4 ഗ്രൂപ്പുകളായി ആ ദൈവസഭയ്ക്കകത്ത് വിഘടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായി കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവസഭയോട്, ദൈവസഭകളോട്, ദൈവത്തിന്റെ ദാസന്മാരോട് ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു സത്യം, ഇന്നും ഇതേ ദുഷ്ടത ഇന്നത്തെ സഭകൾക്കകത്ത് വ്യാപരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇന്നും അനേക സഭകൾക്കകത്ത് ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഘടിച്ചു നിൽക്കുന്ന അവസ്ഥകൾ, രാഷ്ട്രീയപരമായ പ്രവർത്തികളെ പോലെ മനുഷ്യനെ പ്രീതിപ്പെടുത്തി, നേതാക്കന്മാരെ പ്രീതിപ്പെടുത്തി, സെൻട്രൽ പാസ്റ്റർമാരെ പ്രീതിപ്പെടുത്തി, പ്രസിഡന്റുമാരെ പ്രീതിപ്പെടുത്തി, കമ്മിറ്റി മെമ്പേഴ്സിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പല പേരുകൾ പറഞ്ഞ് സഭകൾക്കകത്ത് ഇന്നും ഗ്രൂപ്പിസം നിലനിന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അല്ല എന്നത് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. എന്തോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ മറ്റൊരു വിഷയത്തിലേക്ക് നയിക്കുന്നില്ല, അതുകൊണ്ട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ദൈവ സഭകൾക്കകത്ത് വിഘടിച്ചു നിൽക്കുന്ന അനുഭവങ്ങളെ വിട്ടുപേക്ഷിച്ച് ആമേൻ ഒറ്റക്കെട്ടായി നിൽക്കുന്ന, കൈയോട് കൈ കോർത്തു പിടിച്ചു നിൽക്കുന്ന, തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സുള്ള ഒരു അനുഭവത്തിൽ നിലനിൽക്കേണ്ടതിന് ദൈവസഭ മടങ്ങി വരേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഒരേ ആത്മാവിൽ നമുക്ക് ആരാധിക്കുവാൻ ഒറ്റ ക്രിസ്തുവേ ഉള്ളൂ. നമ്മുടെ രക്ഷകനായി ഒരൊറ്റ യേശു ക്രിസ്തുവേ ഉള്ളൂ. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഈ യാഗമായി തീർന്നത് ഒരൊറ്റ യേശു ക്രിസ്തു മാത്രമാണ്. നമ്മുടെ രക്ഷകൻ ക്രിസ്തു മാത്രം, ഒരൊറ്റ ക്രിസ്തു മാത്രം. നമുക്ക് എല്ലാത്തിനും എല്ലാം നമ്മുടെ യേശു ക്രിസ്തു മാത്രമെങ്കിൽ ആ യേശു ക്രിസ്തുവിനെ ഒരു ഹൃദയത്തോട്, ഒരു ആത്മാവോട്, ഒരു മനസ്സോട്, ഒരു സന്തോഷത്തോടെ, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിലേക്ക് ദൈവസഭകൾ മടങ്ങി വരേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവസഭകൾക്കകത്തുള്ള ഗ്രൂപ്പിസം എന്ന പൈശാചിക ശക്തിയെ ഇടിച്ചു കളഞ്ഞിട്ട് ആമേൻ സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുമ്പ് പാടുകൊണ്ട് കുറെ ഇടിച്ചിട പേയിൻ കോട്ട, ഇടിക്കേണ്ട പേയുടെ കോട്ട, പിശാചിന്റെ കോട്ട ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്ന, സ്പ്ലിറ്റായി നിൽക്കുന്ന, ഗ്രൂപ്പിസം പറഞ്ഞു നിൽക്കുന്ന, ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങൾക്ക് അതിന്റെ പൈശാചിക കോട്ടകളെ ഇടിച്ച് തകർത്തിട്ട് ഉടച്ചു കളഞ്ഞിട്ട് ദൈവസഭയിലേക്ക് ദൈവജനം മടങ്ങി വന്ന് ക്രിസ്തു യേശുവിന്റെ ശരീരമെന്ന സഭയിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് പകൽക്കാൻ ഈ സമയത്ത് ദൈവജനത്തോട് ആഹ്വാനം ചെയ്തു കൊള്ളുകയാണ്. Praise the Lord. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയ സാഹചര്യം ഇതാണ്. സമയം ഒത്തിരി കടന്നു പോവുകയാണല്ലോ. ഈ ദൈവദാസനായ പൗലോസ് കൊരിന്ത്യയുള്ള സഭയ്ക്ക് ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ആരെയും വിട്ടുകളയാതെ, ഒരൊറ്റ വിധത്തിലുള്ള ആൾക്കാരെ ആരെയും വിട്ടുകളയാതെ, ഒരു ഗ്രൂപ്പിനെയും തള്ളിക്കളയാതെ എല്ലാവരെയും ഒന്നാക്കി, എല്ലാവരും ഒന്നായി, എല്ലാവരും ഒരു മനസ്സുള്ളവരായി ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ അവൻ ഇവിടെ കൊരിന്ത്യ സഭയ്ക്ക് അതുപോലുള്ള ഒരു ലേഖനം എഴുതുകയാണ്. ദൈവസഭയ്ക്കകത്ത് ഐക്യതയുണ്ടാകണം, ദൈവസഭയ്ക്കകത്ത് ഒരു മനസ്സുണ്ടാകണം, ദൈവസഭയ്ക്കകത്ത് ഒരു ഏകാത്മാവിലേക്ക് ആരാധിക്കുന്ന ഒരു അനുഭവത്തിൽ മടങ്ങി വരണമെന്ന് ദൈവത്തിന്റെ ദാസനായി പൗലോസ് പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിപ്രധാനമായൊരു കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തര് അവനവന്റെ പ്രവർത്തിക്ക് തക്കതായ ഒരു പ്രതിഫലം നൽകുന്ന ദിവസമുണ്ട് എന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവത്തിന്റെ ദാസനായ പൗലോസ് എഴുതി ചേർത്തിരിക്കുന്ന വചനമാണ് നമ്മൾ വായിക്കുവാനിടയായത്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ അത് വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് ആമേൻ തീ തന്നെ ശോധന ചെയ്യും. തീ തന്നെ ശോധന ചെയ്യുന്ന ഒരു ദിവസം വരികയാണ്. അന്ന് ഏത് ഗ്രൂപ്പിൽ നീ ആയിരിക്കുന്നു എന്ന് കർത്താവ് ചോദിക്കത്തില്ല. നിന്റെ ഗ്രൂപ്പിന്റെ സ്ഥാപകനാര് എന്ന് ദൈവം ചോദിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ സഭയ്ക്കകത്ത് നീ എന്ത് ഈ വിധത്തിൽ സ്തോത്രം ഏത് ആളിന്റെ പിറകെ പോകുന്നു, ഏത് വ്യക്തിയെ നീ അനുഗമിക്കുന്നു എന്നത് കർത്താവ് നോക്കുകയില്ല. കാരണം എന്തറിയാമോ? നീ മനുഷ്യനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നിന്നു കഴിഞ്ഞാൽ കർത്താവിനെ പ്രീതിപ്പെടുത്താതെ, കർത്താവിനെ പ്രസാദിപ്പിക്കാതെ മനുഷ്യനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് സന്തോഷിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്ന് തിരിച്ചറിയുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരു ദൂത് നൽകുന്നു എന്ന കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 10ാമത്തെ വാക്യം മുതൽ ദൈവദാസനായി പൗലോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. നന്നായി മനസ്സിലാക്കേണ്ടതായ ഒരു സത്യമാണത്. യേശു ക്രിസ്തുവാണ് സഭ എന്ന
കെട്ടിടത്തിന്റെ അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അതിന്റെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്, അതിന്റെ മൂലക്കല്ലെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വിവരിക്കുവാനായിട്ടുള്ള വലിയൊരു സബ്ജക്റ്റാണ്. പക്ഷേങ്കിൽ എന്റെ മുമ്പിൽ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ മണവാട്ടി എന്ന സഭ, അല്ലെങ്കിൽ ഈ സഭയ്ക്ക് വേദപുസ്തകത്തിൽ പല പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. സ്തോത്രം. സഭ എന്ന ആ ഒരു മണവാട്ടിയെ ആയി, യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായി ദൈവസഭയെ ചിത്രീകരിച്ചിട്ടുണ്ട്. ദൈവസഭയ്ക്ക് ആടുകളെ ചെമ്മരിയാടുകളെ കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് ദൈവസഭയെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു കെട്ടിടത്തിന് തുല്യമായി ദൈവസഭയെ വിവരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനേക കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ കാണുവാനായി കഴിയുന്നത്. സ്തോത്രം. പ്രത്യേകിച്ച് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം എന്ന് പറയുന്നത് ദൈവസഭയ്ക്കകത്തുള്ള വിശ്വാസികൾക്ക്, ദൈവത്തിന്റെ വേലക്കാർക്ക് അവർക്ക് എന്ത് ചെയ്യണം, അവരെങ്ങനെയായിരിക്കണം, അവരുടെ അവസ്ഥകൾ ഏതു വിധത്തിലായിരിക്കണം എന്നതൊക്കെ തെളിയിക്കുന്ന, പഠിപ്പിക്കുന്ന, അനുശാസിക്കുന്ന വചനങ്ങളാണ് ഈ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്. സ്തോത്രം. ഇതിലധി പ്രധാനമായൊരു കാര്യമാണ് അവനവൻ ഈ ഭൂമിയിൽ, മനുഷ്യരായി ഭൂമിയിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തിയും തീ കൊണ്ട് ശോധനയിടുന്ന ഒരു ദിവസമുണ്ട്. തീ കൊണ്ട് ശോധനയിടുന്ന ഒരു ദിവസമുണ്ട്. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരു അടിസ്ഥാനം ഇനി ആരും ഇടേണ്ട ആവശ്യമില്ല. സ്തോത്രം. യേശു ക്രിസ്തുവാണ് സഭയുടെ അടിസ്ഥാനമായിരിക്കുന്നത്. യേശു ക്രിസ്തുവാണ് സഭയുടെ എല്ലാത്തിനും എല്ലാമായിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ദൈവമക്കൾ തുടങ്ങിയുള്ളവരെ ചേർത്ത് ദൈവസഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവസഭയുടെ പണി പൂർത്തിയായി എന്ന് ആർക്കും പറയുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഞാൻ ഉൾപ്പെടെ നാം എല്ലാവരും പ്രസംഗിക്കുന്നുവെങ്കിൽ ഒരു സത്യം കൊണ്ട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയുടെ പണി പൂർത്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് 100% പറയുവാനായി കഴിയുകയില്ല. കാരണം ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കണ്ണു തുറന്ന് നോക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ നൂറുകണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനം ഇതുവരെ യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് അംഗീകരിക്കുവാൻ ഇടയായിട്ടില്ല. യേശു ക്രിസ്തു കർത്താവെന്ന്, രക്ഷകനെന്ന് അറിഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു രക്ഷകനാണ് എന്ന് ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇനിയും യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തെല്ലായിടത്തും എത്തിച്ചേരേണ്ടതിന്റെ ആവശ്യമുണ്ട് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ഡേ ബൈ ഡേ പണിതുകൊണ്ടിരിക്കുന്ന ദൈവസഭ. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവസഭയ്ക്ക് അനേക പേരുകളുണ്ട്. ശരീരം എന്ന് പറഞ്ഞ ഒരു അനുഭവമുണ്ട്. ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ശരീരം എന്ന ആ സഭയുടെ ശരീരം, ആ സഭ എന്ന ശരീരം, അതിന്റെ തല എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ഓരോ നമ്മുടെ ശരീരങ്ങളിൽ കോടിക്കണക്കിന് സെല്ലുകളാൽ, കോടിക്കണക്കിന് കോശങ്ങളാലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കോശങ്ങളെ കൊണ്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുമ്പോൾ ഓരോ കോശങ്ങളാണ് നിങ്ങളും ദൈവസഭയുടെ ഓരോ സെല്ലുകൾ, ഓരോ കോശങ്ങളാണ്. ആമേൻ. സ്തോത്രം. ഒരു കെട്ടിടം എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരിക്കുമ്പോൾ ഒരു സഭ എന്ന് പറയുന്ന കെട്ടിടമാണ്. അങ്ങനെ യേശു ക്രിസ്തു കോർണർ സ്റ്റോൺ ആണ്, മൂലക്കല്ലാണ്. അതിന്റെ മേൽ അടിസ്ഥാനം പണിയപ്പെട്ടിരിക്കുന്നു. അതിന് മേൽ ഇഷ്ടിക കൊണ്ട് പണിതു വരുന്നത് പോലെ ഓരോ ബ്രിക്സുകളായി, അതിന്റെ ഓരോ അംശങ്ങളായി ഞാനും നിങ്ങളുമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇനിയും ധാരാളം പേർ ചേർത്ത് പണിയപ്പെടേണ്ടതിന്റെ ആവശ്യകത ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു കാര്യമുണ്ട്. ആമേൻ. ആ അടിസ്ഥാനത്തിന്മേൽ 12-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്, ആ ക്രിസ്തു യേശു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ അവൻ കൊണ്ട് പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെടും. ആ ദിവസത്തിൽ ഏത് ദിവസം? അവൻ പൊന്ന്, വെള്ളി മുതലായ ഏത് മരം, കല്ല്, വൈക്കോൽ തുടങ്ങിയുള്ള ഏതെങ്കിലും കൊണ്ട് ഓരോരുത്തർ
പണിയുകയാണ്. അവരവർക്ക് കഴിയുമെന്നുള്ളത് പോലെ, അവരവരുടെ സാമർഥ്യം പോലെ, അവരവരുടെ കഴിവ് പോലെ, അവരവരുടെ ആസ്തിക്കൊത്തവണ്ണം ഓരോരുത്തർ പണിയുകയാണ്. ചിലർ വൈക്കോല് കൊണ്ട് പണിയുന്നു, അടിസ്ഥാനമാണ്. അവൻ വൈക്കോല് കൊണ്ട് പണിയുന്നു. ചിലര് പുല്ലുകൊണ്ട് പണിയുന്നു, ചിലര് കല്ലുകൊണ്ട് പണിയുന്നു, ചിലരോ അവൻ വിലയേറെ പൊന്നുകൊണ്ട് പണിയുന്നു. അതുപോലുള്ള വിലയേറപ്പെട്ട വസ്തുക്കൾ കൊണ്ട് പലതും പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ പണിതുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയാണ്. എല്ലാവരും പറയുന്നു ഞാൻ പുല്ലുകൊണ്ട് പണിയുന്നു, എന്റെ പണി കറക്റ്റ് ആണെന്ന് ഈ ഭൂമിയിൽ പറയുന്നു. ചിലർ പറയുന്നു ഞാൻ വൈക്കോല് കൊണ്ട് പണിയുന്നു, ഇതാണ് ശരിയെന്ന് പഠിപ്പിക്കുന്നു. ചിലർ പറയും ഞാൻ കല്ലുകൊണ്ട് പണിയുകയാണ്, ഇതാണ് ശരിയെന്ന് പറയുന്നു. ചിലർ പറയും ഞാൻ പൊന്നുകൊണ്ട് പണിയുകയാണ്, ഇതാണ് ശരിയെന്ന് പറയുന്നു. ഇങ്ങനെ വിലയേറിയപ്പെട്ട വെള്ളിയും പൊന്നും കൊണ്ട് കല്ലും കൊണ്ട് ഒക്കെ പണിതുകൊണ്ടിരിക്കുമ്പോൾ അവരവരുടെ പണി സ്വർഗത്തിലെ ദൈവത്തിന് മുൻപിൽ വിശ്വസ്തതയുള്ളതായി, അത് വിശുദ്ധിയുള്ളതായി നിലനിൽക്കണമെങ്കിൽ അത് നിലനിൽക്കുന്ന ഒരു പണിയായി തീരണമെങ്കിൽ വെന്തു പോകാതെ അത് നിലനിൽക്കുന്ന ഒരു പണിയായിരിക്കുന്നുവെങ്കിൽ മാത്രമേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ മനസ്സിലാക്കുക, ഈ പറയപ്പെട്ടിരിക്കുന്ന ലിസ്റ്റില് സ്തോത്ര ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുന്നു. ഇതൊക്കെ കൊണ്ട് പണിതുകൊണ്ടിരിക്കുമ്പോൾ ഏതിലാണ് ഉറച്ചു നിൽക്കാൻ കഴിയുന്നത്, ഏതാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് അവനവൻ ശോധന ചെയ്യണമെന്നാണ് ഈ വചനം പറയുന്നത്. എന്തായാലും ശരി, കല്ലുകൊണ്ട് പണിതാലും, പുല്ലുകൊണ്ട് പണിതാലും, വൈക്കോല് കൊണ്ട് പണിതാലും, പൊന്നുകൊണ്ട് പണിതാലും, വെള്ളി കൊണ്ട് പണിതാലും, വിലയേറിയ കല്ലുകൾ കൊണ്ട് പണിതാലും, അല്ല സാധാരണ കല്ലുകൾ കൊണ്ട് പണിതാലും, സ്വർഗത്തിൽ ദൈവം പറയുന്നത് എല്ലാം ഒരു ദിവസം തീ കൊണ്ട് ശോധന ചെയ്യും. Praise the Lord. എല്ലാത്തെയും ഒരൊറ്റ ഫർണറിലിട്ട് സ്വർഗത്തിലെ ദൈവം തീ കൊണ്ട് ശോധന ചെയ്യും. ആ ശോധന ചെയ്യുമ്പോൾ, ദൈവം ശോധന ചെയ്യുമ്പോൾ വെന്തു പോകാതെ ഉരുകി നാശമായി പോകാതെ ഉറച്ചു നിൽക്കുന്നത് മാത്രമേ സ്വർഗത്തിലെ ദൈവം എടുക്കുകയുള്ളൂ. അങ്ങനെയുള്ളതിന് മാത്രമേ പ്രതിഫലമുള്ളൂ. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത്, അന്ത്യകാലത്ത് അനേകർ പറയും കർത്താവേ കർത്താവേ എന്ന് നിലവിളിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കലേക്ക് വരും. യേശു കർത്താവ് പറയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ ഈ പ്രവാചകന്മാർ, പുരോഹിതന്മാർ, ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, വിശ്വാസികൾ, വിശ്വാസ സമൂഹങ്ങളൊക്കെ പറയും കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, നിന്റെ നാമത്തിൽ അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവർത്തികൾ ചെയ്തു എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്, മനുഷ്യരെ പ്രീതിപ്പെടുത്തി, ഇന്ന് സംഘടനകളെ പ്രീതിപ്പെടുത്തി, സ്ഥാപനങ്ങളെ പ്രീതിപ്പെടുത്തി, വോട്ട് കൊണ്ട് നേടിയ കസേരകളെ ഉറപ്പിക്കുവാൻ പിൻബലത്തിന് വേണ്ടി അനേകരെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പലതിനെയും നീ ആശ്രയിച്ച്, നിങ്ങൾ ആശ്രയിച്ച്, നമ്മൾ ആശ്രയിച്ച് പലരുടെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കണമേ. രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, സ്നാനപ്പെട്ട ദൈവവൈതലേ, ദൈവകൃപ അനുഭവിക്കുന്ന ദൈവവൈതലേ, ഒരു സത്യം മനസ്സിലാക്കണം. തീ കൊണ്ട് ശോധന ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. തീ കൊണ്ട് ശോധന ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. തീ കൊണ്ട് എല്ലാം വെളിവാക്കുന്ന, അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ഒരു ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമോ? ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ ബേസ് ചെയ്ത് പറയുവാനായിട്ടുണ്ട്. ഒരു കാര്യത്തെ മനസ്സിലാക്കേണ്ടതിന്റെ അത്യാവശ്യമുണ്ട്. ഒരു ന്യായവിധിയുടെ ദിവസമുണ്ട്, ഒരു ന്യായം തീർക്കുന്ന ദിവസമുണ്ട്. സ്വർഗത്തിലെ ദൈവം വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതെല്ലാം വചനമെടുത്ത് വായിച്ചു പോകുവാൻ ആഗ്രഹമുണ്ട്, സമയം എന്റെ മുമ്പിലില്ല. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു വലിയൊരു വെള്ളസിംഹാസനം അന്ന് ഈ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടതുപോലെ ആ വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ മരിച്ചവർ ആ ബാലവൃത്ത് കർത്താവിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ആ ബാലവൃത്ത് കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാർ വരെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിലുള്ള ജനം അവിടെ വരിവരിയായി കൂട്ടമായി നിൽക്കുകയാണ്. സമുദ്രത്തിൽ മരിച്ചുപോയവർ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, ഭൂമിയിലുള്ളവരെ ഭൂമി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം
ദൈവത്തിന്റെ മുമ്പിൽ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ദൈവ പുസ്തകങ്ങൾ തുറന്നു. കർത്താവ് ന്യായവിധിയുടെ ദിവസത്തിൽ പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നതിന് തക്കതായ ഒരു വിധി അന്ന് ഉണ്ടായി എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഉണ്ടാകും, അങ്ങനെ ഒരു വിധി ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്തായാലും ശരി, ഒരു സത്യം പറഞ്ഞത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. സകലവും തീയാൽ ശോധന ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അവരവർക്ക് വേണ്ടി സാമ്രാജ്യങ്ങളെ പണിതിരിക്കുന്നുവെങ്കിൽ, അവരവരുടെ പേരിൽ സാമ്രാജ്യങ്ങളെ പണിതിരിക്കുന്നുവെങ്കിൽ, തീയിൽ ശോധന ചെയ്യുന്ന ദിവസത്ത്, തീയിൽ ദൈവം ശോധന ചെയ്യുന്ന ദിവസത്ത് ഈ പണി നിലനിൽക്കുമോ? യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ വേറെ ഏതെങ്കിലും അടിസ്ഥാനത്തിന്മേലാണ് പണിതുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് നിലനിൽക്കുമോ? നിലനിൽക്കുക കഴിയാത്തതെങ്കിൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിങ്കലേക്ക് അനുദപിച്ചടുത്തു വരുവാൻ ദൈവസഭയോട് ആഹ്വാനം ചെയ്തുകൊള്ളുന്നു. ഇത് അന്ത്യകാലത്തേക്കുള്ള ഒരു ദൂതാണ്. ഇത് അന്ത്യകാലത്തേക്കൊരു ദൂതാണ്. ആരെ പ്രസാദിപ്പിക്കുന്ന ഒരു ദൂതല്ല. ഹല്ലേലൂയ. ഇത് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് അടുത്തു വന്നില്ലെങ്കിൽ നിത്യത നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതിന്റെ ദൂതാണ് വിളിച്ചു പറയുന്നത്. ആകയാൽ ഈ സമയത്ത് ഒരു നിമിഷം കണ്ണുകളെ അടച്ചുകൊണ്ട്, എന്റെ കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ പണിതുകൊണ്ടിരിക്കുന്നത് ദൈവസഭ എന്ന പേരിലാണെങ്കിൽ പോലും കർത്താവേ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിലും ഇതിന്റെ തെളിവായ വ്യക്തമായ ഒരു അനുഭവം ഇതുവരെ ഞാൻ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, സർദീസിലെ സഭയോട് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞതുപോലെ, നിന്റെ പ്രവൃത്തി എന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്തത് എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. ആത്മീയ ജീവിതത്തിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. ഐക്യതയിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. ഗ്രൂപ്പിസം എല്ലാം കളഞ്ഞിട്ട്, ഗ്രൂപ്പ് കളികളെല്ലാം കളഞ്ഞിച്ച്, എല്ലാം വിട്ടുപേക്ഷിച്ച് ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ എങ്ങനെയെങ്കിലും കർത്താവിലേക്ക് നിത്യത പ്രാപിക്കണമെന്നുള്ള ആകാംക്ഷയോട്, അതിനുള്ള അതീവ തീവ്രതയോട്, പ്രാർത്ഥനയോട്, വിശുദ്ധിയോട്, വിശ്വസ്തയോട് നിൽക്കുവാൻ ദൈവസഭയോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദൈവത്തിന്റെ വചനം ലോകത്തിന്റെ ഏതൊക്കെ രാജ്യങ്ങളിൽ എവിടെയൊക്കെ ഇരുന്നു കൊണ്ട് ആരൊക്കെ കേൾക്കുന്നുവോ അവരോടൊക്കെ ദൈവത്തിന്റെ ആത്മ സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ മുമ്പിൽ താഴ്ത്തുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ. വിശേഷാൽ ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയ കർത്താവിന്റെ ദാസൻ അനീഷ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കണം, കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ. ആ സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മികവുള്ളതായ സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവൽ ഗ്ലോറിയസ് മിനിസ്ട്രി എന്ന ഈ സ്ഥാപനത്തിനായി പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കായി, പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രയർ ഗ്രൂപ്പിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളെ സമ്പൂർണമായി താഴ്ത്തുന്നു. ലഭിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ചുരുങ്ങിയ ആലോചന ദൈവജനത്തെ അറിയിക്കുവാനുള്ള കൃപ തന്നതിനായി സ്തോത്രം. എല്ലാ പുകഴ്ചയും സ്തോത്രവും അങ്ങയ്ക്ക് തന്നെ തരികയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. എനിക്ക് പ്രകാരം ഈ ഒരു അവസരം നൽകിയ കർത്താവിന്റെ ദാസൻ അനീഷ് കുമാറിനോട് മറ്റുള്ള എല്ലാ ദൈവദാസന്മാരോടുള്ള കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള വാക്കുകളോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വർഗത്തിലുള്ള ദൈവം കർത്താവിന്റെ മഹിമയിൽ നമ്മെ ചേർക്കുമ്പോൾ എന്നുമെന്നും കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ. വിശ്വസ്തയോടും വിശുദ്ധിയോടുകൂടെ കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കാം. മാറാ നാഥ, കർത്താവ് വേഗം വരുന്നു. കർത്താവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.